कुंज बिहारी जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय यशोदनंदना जय वृषनरंजना जय यशोदनंदना जय वृषनरंजना जय यमुनतीरवनचारी जय कुंज बिहारी जय यमुनतीरवनचारी जय कुंज बिहारी जय राधा माधवा जय कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। ये चैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथा मह्यं ददाति स्वपदान्तिकम्। അജ്ഞാനമാകുന്ന കടും തിമിരത്തോടു കൂടിയാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ആധ്യാത്മിക ഗുരുനാഥൻ വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് എൻ്റെ നേത്രങ്ങൾ തുറന്നു. ഞാൻ അദ്ദേഹത്തിന് എൻ്റെ സാദര നമസ്കാരങ്ങൾ സമർപ്പിക്കുന്നു. വന്ദേഹം ശ്രീ ഗുരു ശ്രീമാതാജി. वन्देऽहं श्रीगुरु श्रीयुतपदकमलं श्रीगुरु वैष्णवांश्च श्रीरूपं सागरजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं श्रीकृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्ता नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം ആതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായം അതീന്ദ്രിയ ജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. സുശീം പ്രഭു, ജീൻ പ്രഭു, പ്രഹ്ലാദ് ചേട്ടാ, വിപിൻ പ്രഭു, ഹരേ കൃഷ്ണ സ്വാഗതം. രാജീവ് പ്രഭു, നന്നു, നന്ദന,
ഹരേ കൃഷ്ണ. ശിവമാതാജി ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു, ഹരേ കൃഷ്ണ. അമൃതമാതാജി, കീർത്തന എവിടെ? ഹരേ കൃഷ്ണ, സ്വാഗതം. ഹരേ കൃഷ്ണ. പരീക്ഷ പ്രഭു പഠിക്കാം. ഹരേ കൃഷ്ണ. ഓക്കെ. രാജമോഹൻ പ്രഭു, സൂര്യ മാതാജി ഹരേ കൃഷ്ണ. ഭദ്രാമി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാസ്കരൻ പ്രഭു എന്തായാലും വീഡിയോ ഹരേ കൃഷ്ണ. കൃഷ്ണ. സുപ്പമാതാജി ഹരേ കൃഷ്ണ. പ്രസീത മാതാജി ഹരേ കൃഷ്ണ. റിവ്യൂവിലോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ 7ാമത്തെ അധ്യായം വായിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഭദ്ര വായിക്കും, നമ്മൾ കൂടെ മ്യൂട്ടാക്കിക്കൊണ്ട് വായിക്കും. അടുത്ത 8ാമത്തെ അധ്യായം അടുത്ത ആഴ്ച. എക്സാം കഴിയുമോ എല്ലാവർക്കും? 17th എന്തോ? നമ്മൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് പഠിക്കേണ്ടത് അതീന്ദ്രിയ ജ്ഞാനം. ഇതിനെ ഒന്നുകൂടെ വിപുലപ്പെടുത്തിയാണ് ഭഗവാൻ ജ്ഞാന വിജ്ഞാന യോഗം എന്ന് പറയുന്നത്. ഇത് രണ്ടും നോക്കൂ, 1ാമത്തെ ചാപ്റ്ററിൽ പോയപ്പോഴും 2ാമത്തെ ചാപ്റ്ററിൽ പോയപ്പോഴും ഈ അറിവാണ് ഭഗവാൻ അർജുനന് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പം നമുക്കും ആത്യന്തികമായിട്ട് എന്താണ് വേണ്ടത്? ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവ്. ഈ അറിവ് ഒരിക്കലും ഈ അറിവ് ഗ്രഹിക്കാൻ ഉള്ളത് പാത അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും ഭഗവാനെ പറ്റി പുതിയ പുതിയ അറിവുകൾ വന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും നമ്മൾ ഭഗവാനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞു എന്നൊരിക്കലും പറയാൻ പാടില്ല. ഭഗവാൻ അറിവ് വീണ്ടും കാണിക്കാൻ തരും, അവസരങ്ങൾ തരും. അപ്പം പരമ്പൊരുളായ ഭഗവാന്റെ പ്രഭുപാദര് പോലും ഇടയ്ക്കിടയ്ക്ക് പറയും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം, അത് എനിക്കറിയില്ല, അത് അങ്ങേർക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയും, ഭഗവാന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയും. അപ്പൊ ആ കാര്യങ്ങൾ പ്രഭുപാദര് പറഞ്ഞതിൻ്റെ കൂട്ട് അങ്ങോട്ടേക്ക് വിട്ടുകൊടുത്തേക്ക. അപ്പൊ നമ്മൾ ഇന്ന് വായിക്കും ജ്ഞാനവിജ്ഞാന യോഗം. ശ്രീ ഭഗവാനുവാച. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ അഭിരാമി. श्री भगवानुवाच मय्यासक्तमना पार्थ योगं युज्यन्मदाश्रयः असंशयं समग्रं मां यदज्ञास्यसि तच्छृणु ज्ञानं तेऽहं सविज्ञानम् इदं वक्ष्याम्यशेषतः यज्ञात्वा नेह भूयो अन्यज्ञात्वम् अविशिष्यते मनुष्याणां सहस्रेषु कश्चिद्यदति सिद्धये यददामभिसिद्धानां कश्चिन्मां वेदि तत्त्वतः भूमिराभो अनलो वायो खं मनो बुद्धिरेव च अहंकारम् इदीयं मे भिन्ना प्रकृतिरस्तदा अपरेयम् इदस्तन्यं प्रकृतिं विद्धि मे परां जीवभूता महाबाहो येदं ध्रायते जगत् एतत् योनीनि भूतानि सर्वाणि उपधारया अहं कृष्णस्य जगदा प्रभवः प्रलयस्तथा मत्तः परतरं नान्यत् किञ्चिदस्ति धनञ्जय मयि सर्वम् इदं प्रोतं सूत्रे मणिगणा इव रसोऽहमाप्सु कौन्तेय प्रभास्मि शशिसूर्ययो प्रणवः सर्ववेदेषु शब्दखे पौरुषं नृषु पुण्यो गन्धा पृथ्व्यां च तेजश्चास्मि विभाववसु जीवनं सर्वभूतेषु तपश्चास्मि तपस्विषु बीजां मां सर्वभूतानां विद्धि पार्थ सनातनं बुद्धिर्बुद्धिमताम् अस्मि तेजस्तेजस्विनम् अहं बलां बलवदं चाहं कामरागविवर्जितं धर्मविरुद्धो भूतेषु कामोऽस्मि भरतर्षभा देवी हेषा ये चैवा सात्विका भावा राजसास्तामसाश्च ये मत्त एवेदितान् विद्धि नत्वाहं तेषु ते मयि त्रिभिर्गुणमयैर्भावैर् सर्वमिदं जगत् मोहितां नाभिजानाति मामेभ्यः परमव्ययम् देवी हेषा गुणमयी मम माया दुरत्यया मामेवाये प्रपद्यन्ते मायामेतं तरन्ति ते न मां दुष्कृतिनो मूढा प्रपद्यन्ते नराधमाः मायया अपहृतज्ञान आसुरं भावमाश्रिताः चतुर्विधा भजन्ते मां ज्ञानसुकृतिनो अर्जुन आर्तनिज्ञासुरार्ताति ज्ञानी च भरतर्षभा तेषां ज्ञानी नित्ययुक्ता एकभक्तर्विशिष्यते
प्रियो हि ज्ञानिनो अत्र तम् अहं सा च मम प्रिया उदैर सर्व एवेते ज्ञानी त्वात्मैव मे मतम् अस्ति दासायुक्ता माम् एवानोत्तमं यदिं बाहुनां जन्मनामन्ते ज्ञानवान् मां प्रपद्यते वासुदेवा सर्वमिति सर्वात्मा सुदुर्लभाः कामैस्तैस्ते हृदज्ञाना प्रबध्यन्ते अन्यदेवताः तं नियममास्ताय प्रकृत्या नियता स्वया सदाय श्रद्धया युक्तः तस्य धरणमीहते लभते च तथा कामान् नैवाविशितं हितम् अन्तवत्तु फलं तेषां तद्भवति अल्पमेधसं देवान् देवयजो यन्ति मद्भक्ता यन्ति मामभि अव्यक्तं व्यक्तिमापन्नं मन्यन्ते माम बुद्धयाः परं भावमजानन्तो ममाप्यायम् अनुत्तमम् नहां प्रकाश सार्वस्य योगमाया समावृतः मूढोऽयं न विजानाति लोको माम् अजमव्ययम् वेदाहं समधीतानि वर्तमानानि चार्जुन भविष्यानि च भूतानि मम तु वेद न कश्चन इच्छद्वेषा समुत्थेन द्वन्द्वमोहेन भारत सर्वभूतानि सम्मोहं सर्गे यान्ति परन्तप येषां त्वन्तागतं पापं जनानां पुण्यकर्मणं ते द्वन्द्वमोहनिर्मुक्ता भजन्ते मां दृढव्रताः जरा मरण मोक्षाय मामाश्रयन्ति ते ब्रह्मा तद्विदु कृष्णम् अध्यात्मं कर्म चालिकं साधिभूतादिदैवं मां साधियज्ञं च ये विदु प्रयाणकाले अभिजं मां ते विदुर्युक्तचेतसाः हरे कृष्ण ഓം തത്സത് ഇതി ഗീതാ ഉപനിഷത്സു. ഹരേ കൃഷ്ണ. താങ്ക് യു. മ്യൂട്ട് ഇട്ടില്ല. പ്രഭു ഞാൻ ഇടയ്ക്ക് 21st ഇത് ഞാൻ അറിയാതെ വിട്ടുപോയി ഞാൻ മ്യൂട്ട് ചെയ്തിട്ടില്ലായിരുന്നല്ലേ? ഓക്കെ. यो यो यं यं तनुं भक्ता श्रद्धयार्चितुमिच्छति तस्याचलं श्रद्धा तामेवाविददाम्यहम् താങ്ക് യു. ഹരേ കൃഷ്ണ. ഓം ഹരേ കൃഷ്ണ. അപ്പം മംഗളകരമായിട്ട് 7ാമത്തെ അധ്യായം നമ്മൾ ഇന്ന് ചൊല്ലി. ഹരേ കൃഷ്ണ. താങ്ക് യു അഭിരാമി. ഹരേ കൃഷ്ണ. അടുത്ത ഓക്കെ, അത് ഇനി ആ ഒരു ക്വസ്റ്റ്യൻ 3ാമത്തെ അധ്യായത്തിലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഞാൻ എന്തായാലും ഒരു ക്ലൂ പറയാം. ശ്ലോകം ക്വസ്റ്റ്യൻ അമൃതമാതാജിക്കാണ്. അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് സിംഗിൾ സെന്റൻസ് ആയിട്ട് വേണമെങ്കിൽ ആൻസർ പറയാം, വേണമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. സംസാരിച്ചു കഴിഞ്ഞാൽ അത്രയും എന്നുണ്ടായിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. മലയാളം ഭാഷ കാണുമ്പം ഒഡീസക്കാർ ചെയ്യുന്നത് ഇതുപോലെ തന്നെ ആകത്തില്ലേ? ഇതെന്തൊരു ഭാഷയാണ് വളഞ്ഞും പൊളഞ്ഞും ഇരിക്കുന്നത്? പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാക്ക ഇങ്ങനെ ചകയുന്നത് പോലല്ലേ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാലോ? അപ്പം നമ്മുടെ പരിമിതമായ ബുദ്ധി കൊണ്ടാണ് ഇതൊക്കെ. അപ്പൊ നമുക്ക് അറിവില്ലാത്തതിനെ ചിലപ്പോൾ നമ്മൾ ആശ്ചര്യത്തോടെ നോക്കും. ചിലർ ആശ്ചര്യത്തോടെ നോക്കും. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ചിലർ ആശ്ചര്യത്തോടെ നോക്കും. ഈ ആശ്ചര്യത്തോടെ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഒഡീസ ലാംഗ്വേജ് യാഥാർത്ഥ്യമല്ലാതായി പോകുമോ? ഇല്ല, യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ നമുക്കതിനെ ഉൾക്കൊള്ളാനുള്ള വിവരമില്ല, നോളജില്ല. അപ്പൊ ആ നോളജിനെ നേടിയെടുക്കുക എന്നുള്ളതാണ് ഭഗവത്ഗീത ശാസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ 1, 2, 3, 4 അപ്പം ഭഗവാൻ അതിനെക്കുറിച്ച് പറയുന്നു. ഞാൻ ആദ്യമായിട്ടിത് സൂര്യദേവനായ വിവസ്വാന് ഉപദേശിച്ചു കൊടുത്തു. ഇപ്പം ഇത് ഇടയ്ക്ക് മുറിഞ്ഞുപോയി. പക്ഷെ അർജുന, നീ ക്ഷത്രിയനായതുകൊണ്ട്, എന്റെ സുഹൃത്തായതുകൊണ്ട്, എന്നിൽ അസൂയാലു അല്ലാത്തത് കൊണ്ട്, ഞാൻ എപ്പോഴും പറയും ഭക്തിയുത സേവനം അസൂയ രഹിതമായിരിക്കണം, ഇല്ലെങ്കിൽ ഭഗവാനുമായിട്ടൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. അസൂയാരഹിതനായതുകൊണ്ട്
നീ എൻ്റെ മച്ചമ്പി ആയതുകൊണ്ട് ഞാൻ നിനക്ക് ഈ ശാസ്ത്രം, പക്ഷെ അതിലുപരി ധർമ്മം പറഞ്ഞു കൊടുത്തത് ഭക്തനായതുകൊണ്ട്, അതുപോലെ തന്നെ ക്ഷത്രിയനായതുകൊണ്ട്, ക്ഷത്രിയ കുലത്തിൽ ജനിച്ചു, യോദ്ധാവാണ്. അപ്പം യുദ്ധം ചെയ്യേണ്ടത് അർജുനന്റെ ധർമ്മത്തിനെതിരായി യുദ്ധം ചെയ്യേണ്ടത് അർജുനന്റെ കടമയാണ്. 2-ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചു. അതുകൊണ്ട് അർജുനന് ഇത് ഉപദേശിച്ചു. അപ്പൊ അർജുനൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതത് വിജാനീയാം ആദൗ പ്രോക്തവാനിതി. അങ്ങയേക്കാൾ വളരെ മുമ്പ് ജനിച്ചെന്നിരിക്കെ അങ്ങ് അദ്ദേഹത്തിന് ഉപദേശം നൽകിയെന്ന് പറയുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അപ്പൊ അതിന് ഭഗവാൻ എന്താണ് ഉത്തരം പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ശ്രീ ഭഗവാനുവാച. റിപ്പീറ്റ് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്തിട്ട്. ബഹൂനി മേ വ്യതീതാനി നാനി തവ ചാർജുന ആന്യഹം വേദ സർവാണി നത്വം വേദ പരം തപ. ശ്രീ ഭഗവാനുവാച. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന നാന്യഹം വേദ സർവാണി നത്വം വേദ പരം തപ. ശ്രീ ഭഗവാൻ ഉവാച. ശ്രീ ഭഗവാൻ പറഞ്ഞു, അർജുന, ഹേ അർജുന, മേ ച എനിക്കും, തവ ച നിനക്കും, ബഹൂനി ജന്മാനി വളരെ ജന്മങ്ങൾ, വ്യതീതാനി കഴിഞ്ഞിട്ടുണ്ട്, താനി സർവാണി അവയെല്ലാം, അഹം ഞാൻ, വേദ അറിയുന്നു, ഓർക്കുന്നു, പരന്തപ ഹേ പരന്തപ, ത്വം നീ, ന വേദ അറിയുന്നില്ല, ഓർമ്മിക്കുന്നില്ല. വിവർത്തനം ആവർത്തനത്തോടെ ശ്രീല പ്രഭുപാദയ്ക്ക് ജി. ശ്രീ ഭഗവാൻ പറഞ്ഞു, ശത്രുക്കളെ കീഴടക്കുന്നവനെ, എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. 7-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു, ഓർമ്മിച്ചു. എനിക്കതെല്ലാം ഓർമ്മിക്കാൻ കഴിയും, നിനക്ക് അത് സാധ്യമല്ല. ശ്രീ ഭഗവാൻ പറഞ്ഞു, ശത്രുക്കളെ കീഴടക്കുന്നവനെ, എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു, എനിക്ക് അതെല്ലാം ഓർമ്മിക്കാൻ കഴിയും, നിനക്കത് സാധ്യമല്ല. ശ്രീ ഭഗവാനുവാച. വ്യതീതാനി തവാർച്ചാർജുന നാന്യഹം വേദ സർവാണി നത്വം വേദ പരം തപ. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താനി അഹം വേദ സർവാണി നത്വം വേദ പരന്തപ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സിച്ചൻ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച. ബഹുനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരം തപ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു. ശ്രീ ഭഗവാനുവാച. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരം തപ. ഭഗവാനുവാച. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരം തപ. തന്നു.
हरे कृष्ण। श्री भगवानुवाच बहुनि मे व्यतीतानि जन्मानि तव चार्जुन तान्यहं वेद सर्वाणि न त्वं वेद परं तप। हरे कृष्ण। हरे कृष्ण। श्री भगवानुवाच बहुनि मे व्यतीतानि जन्मानि तव चार्जुन तान्यहं वेद सर्वाणि न त्वं वेद परन्तप। हरे कृष्ण। हरे कृष्ण। आमी हरे कृष्ण। हरे कृष्ण। श्री भगवान् उवाच बाहुनि मे व्यतीतानि जन्मनि तव चार्जुन तान्यहं वेद सर्वाणि न त्वं वेद परन्तप। हरे कृष्ण। बहूनि मे व्यतीतानि जन्मानि तव चार्जुन तान्यहं वेद सर्वाणि न त्वं वेद परं तप। हरे कृष्ण। ഇനി നമുക്ക് ഭാവാർത്ഥം വായിച്ചിട്ട് വീണ്ടും ശ്ലോകം കണ്ടിന്യൂ ചെയ്യാം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ശത്രുക്കളെ കീഴടക്കുന്നവനെ, എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. എനിക്കതെല്ലാം ഓർമ്മിക്കാൻ കഴിയും, നിനക്കത് സാധ്യമല്ല. ഏത് ശ്ലോകമാണ് ഇതിനെ കണക്റ്റഡ് ആയിട്ട്? 7-ാമത്തെ അധ്യായം. ബഹൂനി മേ വ്യതീതാനി, ഒരുപാട് ഒരുപാട് ജന്മങ്ങളുണ്ട് എന്ന് ഭഗവാൻ 7-ാമത്തെ അധ്യായത്തിലും പറയുന്നുണ്ട്. ബഹൂനാം ജന്മനാമന്തേ. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാസു ദുർലഭഃ. വാസുദേവ സർവമിതി സ മഹാത്മാസു ദുർലഭഃ. അസംഖ്യം ജനങ്ങൾക്ക് ശേഷം ജന്മങ്ങളുണ്ടെന്ന് പറയുന്നു. ട്രാൻസ്ലേഷൻ ഉണ്ട്. ഞാനൊരു മിനിറ്റ്, ഞാൻ അതിലോട്ട് പോകട്ടെ. ഓക്കെ. അസംഖ്യം ജനന മരണങ്ങൾക്ക് ശേഷം ജ്ഞാനവാനായ വ്യക്തി സർവജ്ഞനാണ്, കാരണങ്ങൾക്കും കാരണഭൂതനും സർവവ്യാപിയും എന്ന് മനസ്സിലാക്കി എന്നെ അവർ ശരണം പ്രാപിക്കുന്നു. അപ്രകാരമുള്ള മഹാത്മാക്കൾ വളരെ വിരളമാണ്. അപ്പൊ ആര് ശരണം പ്രാപിക്കുന്നു? ജ്ഞാനവാൻ. ജ്ഞാനം തേടി. എങ്ങനെ ജ്ഞാനം തേടി? ഒരുപാട് ഒരുപാട് ജനന മരണങ്ങൾക്ക് ശേഷം അപശരണം പ്രാപിക്കുന്നു. പിന്നെ അവർക്ക് ജനന മരണങ്ങളില്ല. അപ്രകാരമുള്ള മഹാത്മാക്കൾ വളരെ വിരളമാണ്, വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഭഗവാന്റെ അടുത്ത് വരാത്തവർക്ക് എന്താ ഫലം? ക്വസ്റ്റ്യൻ വന്നു. അവൻ വീണ്ടും പുനരഭിജനനം പുനരഭിമരണം. അവൻ വീണ്ടും അട്ടയായും പുഴുവായും ഈച്ചയായും നായയായും ജനിക്കാനുള്ള അവസരങ്ങൾ അവൻ തന്നെ ഇങ്ങനെ വിളിച്ചു വാങ്ങിക്കുന്നു. അല്ലെങ്കിൽ അവന് സ്വാഭാവികമായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു, അറിഞ്ഞു അറിയാതെ. അപ്പം അതിനുള്ള ചാൻസും നമ്മൾ അവർക്ക് കൊടുത്തേക്കുക. അതിനെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കുറെ കൂടെ ജന്മങ്ങൾ കഴിയട്ടെ. അട്ടയായും പുഴുവായും ഈച്ച ചത്തൊരു പൂച്ചയായി ഇടുന്നു. പിന്നെന്താ, പൂച്ച ചത്തങ്ങ് ഓരിയാകുന്നു, അല്ലേ? സന്ധി ഇങ്ങനെയൊക്കെയാണ് കുന്താനം നമ്പൂതിരി പറയുന്നത്. ഇവിടെ ഇനി നമ്മൾ ഇതിന്റെ ഭാവാർത്ഥം വിപിൻ പ്രഭു നമുക്ക് നോക്കാം. വായിച്ചോളൂ. ഭാവാർത്ഥം. ബ്രഹ്മസംഹിതയിൽ ഭഗവാന്റെ അനേകം അവതാരങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അദ്വൈത അച്യുത മനാദി മനന്ത രൂപ മാദ്യം പുരാണ പുരുഷം നവയൗവനച്ച വേദേഷു ദുർലഭ മധുർലഭ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ആദ്യനും നിരപേക്ഷനും അച്യുതനും തുടക്കമില്ലാത്തവനും ഏറ്റവും പ്രായം കൂടിയവനും അനന്തനുമായ രൂപങ്ങളോട് കൂടിയവനും യൗവനയുക്തനും ആയ ഗോവിന്ദനെ, കൃഷ്ണനെ ഞാൻ ഭജിക്കുന്നു. ഭഗവാന്റെ ഈ സച്ചിദാനന്ദ വിഗ്രഹം വേദപണ്ഡിതർക്ക് ദുർലഭമായി ഗ്രാഹ്യമാവും. വിശുദ്ധ ഭക്തന്മാർക്കാകട്ടെ എന്നും പ്രത്യക്ഷമാണ്. രാമാദി മൂർത്തിഷു കലാനിയമേന ദിഷ്ടൻ നാനാവതാര മകരേഭുവനേഷു കിന്തു കൃഷ്ണ സ്വയം സമഭവത് പരമ പുമാന്യോ
ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. രാമനായും നരസിംഹമായും മറ്റു പല അവതാരമൂർത്തികളായും അംശാവതാരങ്ങളായും നിലകൊള്ളുകയും കൃഷ്ണൻ എന്നറിയപ്പെടുകയും ശ്രീകൃഷ്ണ ഭഗവാനായി തന്നെ സ്വയം ആവിർഭവിക്കുകയും ചെയ്ത ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ഭഗവാൻ അദ്വയനെങ്കിലും എണ്ണമറ്റ ആകൃതികളിൽ പ്രകടമാകുന്നുവെന്ന് വേദങ്ങളും ഘോഷിക്കുന്നുണ്ട്. സത്തയിൽ മാറ്റമില്ലാതെ തന്നെ നിറം മാറുന്ന വൈഡൂര്യക്കല്ല് പോലെയാണ് ഭഗവാൻ. ഈ രൂപാന്തരങ്ങളെല്ലാം ഭഗവാന്റെ തികഞ്ഞ ശുദ്ധ ഭക്തന്മാർക്ക് ഗ്രാഹ്യമാണ്. വേദപഠനം കൊണ്ട് മാത്രം ഈ കഴിവുണ്ടാവില്ല. വേദേഷു ദുർലഭ മധുർലഭ മാത്മ ഭക്തൗ. ഭഗവാന്റെ സന്തത സഹചാരികളാണ് അർജുനെ പോലെയുള്ള ഭക്തർ. ഭഗവാന്റെ അവതാര കാലത്ത് പല രൂപങ്ങളിലും ഭഗവത് സേവനം നിർവഹിക്കാനായി ഇങ്ങനെയുള്ളവരും ഭൂമിയിൽ പിറക്കാറുണ്ട്. അക്കൂട്ടത്തിലൊരു ഭക്തനാണ് അർജുനൻ. അനേകായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഭഗവാൻ വിവസ്വാൻ എന്ന സൂര്യദേവന് ഗീതോപദേശം ചെയ്യുമ്പോഴും അർജുനൻ മറ്റൊരു രൂപത്തിൽ സന്നിധനായിരുന്നു എന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു വ്യത്യാസമേ ഉള്ളൂ. കൃഷ്ണൻ ആ സന്ദർഭം ഓർമ്മിക്കുന്നു. അർജുനന് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. പരമപുരുഷനായ ഭഗവാനും തന്റെ വിഭിന്നാംശം മാത്രമായ ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ശത്രുക്കളെ ജയിക്കാൻ പോകുന്ന യോദ്ധാവെന്ന് വിളിക്കപ്പെടുന്നുവെങ്കിലും അർജുനന് തന്റെ അതീത ജന്മങ്ങളിലെ സംഭവങ്ങൾ സ്മരിക്കാനാവില്ല. അതുകൊണ്ട് ഒരു മനുഷ്യൻ പ്രാപഞ്ചിക ദൃഷ്ട്യ എത്ര മഹാനായാലും ശരി ഭഗവാനോട് തുല്യനായി തീരില്ലെന്ന് വരുന്നു. ഭഗവാന്റെ സന്തത സഹചാരിയായ ഒരാൾ തീർച്ചയായും മുക്തനാണെന്ന് പറയാം. എങ്കിലും ഭഗവാന് തുല്യനല്ല. ബ്രഹ്മസംഹിത ഭഗവാനെ അച്യുതൻ എന്ന് വിളിക്കുന്നു. അതായത് ഒരിക്കലും തെറ്റുപറ്റാത്തവൻ, ഭൗതിക സംഘത്തിലും സ്വയം വിസ്മരിക്കാത്തവൻ എന്നർത്ഥം. ജീവാത്മാവും ഭഗവാനും ഒരിക്കലും ഒരു തരത്തിലും തുല്യരാവുക സാധ്യമല്ല. അർജുനെ പോലെയുള്ള മുക്താത്മാവ് പോലും ഭക്തനാണെങ്കിലും ചിലപ്പോൾ അർജുനൻ കൃഷ്ണന്റെ യഥാർത്ഥ സ്വഭാവം വിസ്മരിച്ചു പോകുന്നു. പക്ഷേ ഒരു ഭക്തന് ദൈവാനുഗ്രഹത്താൽ ഭഗവാന്റെ ആ അച്യുതഭാവം ക്ഷണേന ഗ്രാഹ്യമാകും. അഭക്തനോ അസുരനോ ആ അതീന്ദ്രഭാവം മനസ്സിലാവുകയില്ല. അതിനാൽ ഭഗവത്ഗീതയിലെ ഈ വിവരങ്ങളും അസുര ബുദ്ധികൾക്ക് ഗ്രഹിക്കാനാവില്ല. അനേകം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് താൻ ചെയ്ത കർമ്മങ്ങൾ കൃഷ്ണൻ ഓർക്കുന്നുണ്ട്. കൃഷ്ണനും അർജുനനും സ്വഭാവേന ശാശ്വതരാണെങ്കിലും അർജുനന് പൂർവ്വജന്മകർമ്മങ്ങൾ ഒരിക്കലും ഓർക്കാൻ സാധിക്കുന്നില്ല. ശരീരം മാറുന്നതോടുകൂടി ജീവാത്മാവിന് മുജ്ജന്മ സ്മരണകളും നഷ്ടപ്പെടുന്നു എന്നത് ഇവിടെ ഓർക്കേണ്ടിയിരിക്കുന്നു. ഭഗവാൻ തന്റെ സച്ചിദാനന്ദ രൂപം ഒരിക്കലും മാറ്റാത്തത് കൊണ്ട് അദ്ദേഹം എല്ലാം സ്മരിക്കുന്നു. അദ്വൈതമൂർത്തിയായ അവിടേക്ക് ആത്മാവും ശരീരവും ഒന്നു തന്നെ. അദ്ദേഹവുമായി ബന്ധമുള്ളതെല്ലാം ആധ്യാത്മികമത്രേ. ബദ്ധനായ ജീവാത്മാവിനോ ശരീരവും ആത്മാവും ഭിന്നങ്ങളാണ്. ഭഗവാന് ഇത് രണ്ടും വ്യത്യസ്തങ്ങളല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഭൗതിക രംഗത്ത് അവതരിക്കുമ്പോഴും സാമാന്യ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അതീന്ദ്രിയമായ ആ നിലപാടിനോട് പൊരുത്തപ്പെടാൻ അസുരന്മാർക്ക് സാധ്യമല്ല. ഇത് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ വിവരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അടുത്ത ശ്ലോകത്തില് വിവരിക്കുന്നു. ഇവിടെ പറഞ്ഞത് ഭഗവാനും നമ്മളും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഭഗവാന്റെ ശരീരം സച്ചിദാനന്ദ സ്വരൂപമായ അതീന്ദ്രിയമായ ശരീരമാണ്. സാധാരണ പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ച ശരീരമല്ല. അതാണ് സച്ചിദാനന്ദമയൻ എന്ന് പറയുന്നത്. അതേസമയം രൂപിയാണ്. ഇതിനെ പിടിച്ചുകൊണ്ട് ചിലപ്പോൾ അവ്യക്തകഥവാദികൾ പറയും ഭഗവാന് രൂപമില്ലെന്ന് പറയും. അത് തെറ്റാണ്. ഭഗവാന് രൂപമുണ്ട്. സച്ചിദാനന്ദമയമായ രൂപമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭൗതിക ലോകത്തിൽ പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് വ്യക്തമായ ഒരു രൂപമുണ്ട്. ആ രൂപത്തിന് നിലനിൽപ്പില്ല. ആ രൂപത്തെ ആത്മാവിനെ വിട്ടുപോയി കഴിഞ്ഞാൽ
മുൻജന്മങ്ങളെ പറ്റി ഓർമ്മയും കാണത്തില്ല. എന്തുകൊണ്ടാ? നമുക്ക് 4 ഡിഫക്റ്റ് ഉണ്ട്. ഈ 4 ഡിഫക്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ പെർഫെക്റ്റ് ആകാൻ പറ്റും? പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ നമ്മൾ ഇനി എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പരിപൂർണനാണ്, നമ്മൾ വളരെ സൗന്ദര്യമാണ് എന്നൊക്കെ നോക്കിക്കഴിയുമ്പോഴായിരിക്കും ചെറിയ ഒരു ഡിഫക്റ്റ് ചിലപ്പോൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് കൃഷ്ണമണിക്ക് 2 കൃഷ്ണമണിക്കും തമ്മിൽ ചെറിയൊരു അളവിൽ വ്യത്യാസമുണ്ടോ? ഇത് ഡിഫക്റ്റ് അല്ലേ? ഡിഫക്റ്റ് ആണ്. 2 കൃഷ്ണമണിയുടെയും ഡയമീറ്ററിൽ വ്യത്യാസം കാണും. ഇതൊരു ഡിഫക്റ്റ് ആണ്. പെർഫെക്റ്റ് ആണെങ്കിൽ 2 കൃഷ്ണമണിയും ഒരുപോലെ ഇരിക്കണം, മൂക്കിന്റെ 2 ദ്വാരങ്ങളും ഒരുപോലെ ഇരിക്കണം. ഇതാണ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. കാര്യം മൂക്കിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കുക അല്ലെങ്കിൽ വായുവിനെ സ്വീകരിക്കുക, അല്ലാത്ത മറ്റൊരു ഫംഗ്ഷൻ ഇല്ല. അപ്പൊ ആ ഫംഗ്ഷൻ വരുമ്പം ഈ 2 ഹോള് കൊടുത്തിരിക്കുന്നു, എന്തുകൊണ്ട് 2 ഹോളും ഒരേപോലെ ആകുന്നില്ല? അതൊരു ഡിഫക്റ്റ് ആണ്, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്, പരിപൂർണനല്ല. അപ്പം പിന്നെ നമ്മുടെ ചിന്താഗതികളെ തെറ്റാണ്. എന്താണ്? നമുക്ക് എപ്പോഴും ചതി ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്, ചീറ്റിംഗ് ടെൻഡൻസി ടു അതേഴ്സ്. പിന്നെ ഐ വിൽ നോട്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഞാൻ ഇനി മേലിൽ ഇത് ആവർത്തിക്കത്തില്ല എന്ന് 100 പ്രാവശ്യം ഏത്തമിട്ട് കഴിഞ്ഞാലും അതേ തെറ്റ് തന്നെ നമുക്ക് വീണ്ടും ചെയ്യാൻ തോന്നും, ഇല്ലേ? പിന്നെന്താ? പിന്നെ ഏതാ? പിന്നെ അടുത്ത മിസ്റ്റേക്ക് ഏതാ? നമ്മുടെ ഡിഫക്റ്റ് ഏതാ? പിന്നെ ഇംപെർഫെക്റ്റ് സെൻസസ്. ഇംപെർഫെക്റ്റ് സെൻസ്. നമ്മുടെ ഇന്ദ്രിയങ്ങള് പെർഫെക്റ്റ് അല്ല, കാണുന്നതിന്റെ എല്ലാം പുറമേ പോകാൻ നടക്കും. ഏതാ? നമ്മുടെ നായകളെ പോലെ. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം നായകളെ പോലെയാണ്, കാണുന്നതിന്റെ എല്ലാം പുറകെ ഓടി നടക്കും. ഒരു വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാലും കുറച്ചോണ്ട് ആ സ്കൂട്ടറിന്റെ പുറകെ കുറെ നേരം ഓടും. അപ്പം എല്ലാത്തിന്റെയും പുറകെ കുറയ്ക്കാൻ നടക്കുക. നമ്മൾ ഇന്നലെ സുശീംപ്രഭു പറഞ്ഞതേ ഉള്ളൂ, എല്ലാത്തിന്റെയും പുറകെ നമ്മൾ ഓവർ ആങ്ഷൈറ്റി ചെയ്താണ്, എല്ലാത്തിന്റെയും പുറകെ കുറച്ചുകൊണ്ട് നടക്കും. നമ്മൾ സത്യത്തിൽ നമ്മുടെ സെൻസസ് വെറും നായയുടെ സെൻസസ് ആണ്, ഒരു കാര്യവുമില്ല. നമ്മൾ ഈ പുറകെ നടന്നിട്ട് ഒന്നും നടക്കാനും പോകുന്നില്ല, പക്ഷെ എന്നാലും വെറുതെ കുറച്ചുകൊണ്ട് നടക്കും കുറെ നാൾ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. പിന്നെ എങ്ങനെ നമ്മുടെ പൂർവ്വജന്മത്തെ കുറിച്ച് നമ്മൾ ഓർമ്മിക്കും? പിന്നെന്താ വീണ്ടും വരുന്നത്? ഇലൂഷൻ, മായയിലാണ്. എല്ലാം ഒരു മായ പോലെയാണ് നടക്കുന്നത്. നമ്മളെല്ലാം സ്വപ്ന ലോകത്ത് സ്വപ്നം കണ്ടു നടക്കുന്നവരാണ്. നാളെ എന്തൊക്കെ സംഭവിക്കും, നാളെ അതൊക്കെ എല്ലാം ചെയ്യണം, ഒരു കുന്തവും ചെയ്യാൻ പറ്റത്തില്ല ഒരു പക്ഷെ. നമ്മുടെ ഏറ്റവും വലിയൊരു നടനുണ്ടായിരുന്നു മലയാള സിനിമയിൽ, വില്ലൻ കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിച്ചൊരു നടനാണ്. അദ്ദേഹത്തിന്റെ ശേഷിച്ച കാലം കുറേ വർഷങ്ങളോളം രുചി അറിയാൻ പറ്റാതെ കിടന്നത്, എന്ത് കഴിച്ചു കഴിഞ്ഞു. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഇത് നാളെ എനിക്കും വരാം, മറ്റൊരാൾക്കും വരാം, ഒരു ഗ്യാരണ്ടിയില്ല, ഒരു ഉറപ്പുമില്ല പറയാൻ. എന്തെങ്കിലും ഉറപ്പുണ്ടോ എനിക്ക് വരാൻ പറ്റത്തില്ല എന്നുള്ളത്? അപ്പം ഇതാണ് ഈ മനുഷ്യന്റെ അവസ്ഥ. അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്രയും വികലമായ ഒരു ശരീരവും മനസ്സും ഉള്ള ഒരാൾക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്നത് അതേപോലെ അനുസരിക്കാൻ പറഞ്ഞത്. ശ്രീല പ്രഭുപാദരുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ചിത്രശലഭത്തിന്റെ മനോഹാരിത എത്ര വട്ടം പുഴുവിനോട് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാലും പുഴു അത് മനസ്സിലാക്കാൻ പോകുന്നില്ല. ഒരിക്കലും പുഴുവിന് മനസ്സിലാവത്തില്ല ചിത്രശലഭത്തിന്റെ സൗന്ദര്യം. അതുകൊണ്ടാണ് ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാമാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭഃ. ആ ഒരു ചാൻസ് ആണ് നമുക്ക് ഇപ്പം ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഞാൻ എന്നും ഭഗവാനോട് പറയും, ഭഗവാൻ ഇത് ഞാനല്ല പറയുന്നത്, ഇത് പറയുന്നതെല്ലാം ഭഗവാനാണ്, ഞങ്ങളിത് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഒന്നും എൻ്റെ കഴിവല്ല, ഭഗവാൻ തന്നെയാണ് വന്ന് നേരിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും സമാധാനിക്കും. ഭഗവാൻ നേരിട്ട് പറയുന്നത് കൊണ്ട് ഒരുപക്ഷെ ആൾക്കാർ കുറവേ കാണത്തുള്ളൂ. കാര്യം വളരെ വിരളമായ കുറച്ചു പേർക്ക് കേൾക്കാൻ പറ്റും. ഹരേ കൃഷ്ണ. അപ്പം വീണ്ടും പറയുന്നത് യേഷാം ത്വന്തഗതം പാപം, 28ാമത്തെ ശ്ലോകം വീണ്ടും പറയുകയാണ്. യേഷാം ത്വന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം. ജയപ്രകാശ് പ്രഭു, 2ാമത്തെ സെന്റൻസ് എന്താ?
യേഷാം ദ്വന്ദ്വഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വമോഹ നിർമുക്ത ഭജന്തേ മാം ദൃഢവ്രതാഃ. അതിന്റെ അർത്ഥം കൂടെ, വിവർത്തനം കൂടെ. ഈ ജന്മത്തിൽ പൂർവജന്മങ്ങളിലും ഈ ജന്മത്തിലും പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർ അവരുടെ പാപഫലങ്ങൾ നിർമാർജനം ചെയ്ത് ദ്വന്ദ്വ വ്യാമോഹങ്ങളിൽ നിന്നും വിമുക്തരാകുന്നു. അങ്ങനെ അവർ ദൃഢനിശ്ചയത്തോടെ എന്റെ സേവനത്തിൽ മുഴുകും. അങ്ങനെ അവർ ദൃഢനിശ്ചയത്തോടെ എന്റെ സേവനത്തിൽ മുഴുകും. അപ്പം അർജുനോട് പറഞ്ഞു, അർജുന, നിനക്കും എനിക്കും അനേക ജന്മങ്ങളുണ്ട്. പക്ഷേ എന്റെ ജന്മം അതീന്ദ്രിയ സ്വഭാവത്തിലുള്ളതും നിന്റെ ജന്മം ഭൗതിക ശരീരത്തിലുള്ളതുമാണ്. പക്ഷേ നിന്റെ കർമ്മഫലങ്ങൾക്കനുസൃതമായി നീയും മുൻപ് പല ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മുൻപുള്ള കാലഘട്ടത്തെ പറ്റി നിനക്കത് ഓർമ്മയില്ല, പക്ഷേ എനിക്കത് ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരും ആകാശത്ത് നിന്ന് പൊട്ടി വീഴുന്നതല്ല. എന്നാൽ ആചാര്യന്മാരുടെ അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ചില ജന്മങ്ങൾക്ക് പൂർവ്വജന്മത്തെക്കുറിച്ച് ഓർമ്മയും വരും. ശ്രേഷ്ഠമായ ഒരു ഉദാഹരണമാണ് നാരദ മഹർഷിയുടെ. നാരദ മഹർഷിക്ക് ഞാൻ നേരത്തെ പണ്ടും പറഞ്ഞു, നാരദ മഹർഷി ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരിൽ ഒരാളായിട്ട് ആദ്യം ജന്മമെടുത്തു. നാരദ മഹർഷി ഈ പ്രജകളെ സൃഷ്ടിക്കേണ്ട ആ ദൗത്യം നാരദ മഹർഷിക്ക് ബ്രഹ്മാവ് കൊടുക്കുമ്പോൾ നാരദ മഹർഷിക്ക് കൊടുക്കുമ്പോൾ നാരദ മഹർഷി അച്ഛനെ നിഷേധിക്കുന്നു. എനിക്ക് ഈ ഭൗതിക ലോകത്തിൽ താല്പര്യമില്ല. ഹരേ കൃഷ്ണ. പ്രജാസൃഷ്ടിക്ക് എനിക്ക് താല്പര്യമില്ല. ആദ്യം സനന്ദ സനക സനാതന കുമാരന്മാരെയാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ട് സൃഷ്ടി ചെയ്യാൻ പറയുന്നത്. കുമാരന്മാരും പോവും, നിഷേധിച്ചുകൊണ്ട് പോവും, ഇതിന് താല്പര്യമില്ലെന്ന് പറയും. കാര്യം ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 ഡിഫക്റ്റോട് കൂടിയേ പോകത്തുള്ളൂ, ഭഗവാനെ ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ കുമാരന്മാര് നിഷേധിക്കുന്ന പാതയിൽ ചേട്ടന്മാർ അങ്ങനെയാണ് ചെയ്തത്, എനിക്കും അതുപോലെ തന്നെയാണ് ഉത്തരം എന്ന് പറഞ്ഞിട്ട് നാരദ മഹർഷിയും അവിടുന്ന് പോകും. നാരദ മഹർഷി വീണ്ടും അച്ഛനും മകനും തമ്മിലുള്ള തർക്കവും വിതർക്കവുമായിട്ടൊക്കെ നടന്നിട്ട് അടുത്ത ജന്മവും ജനിക്കും. അടുത്ത ജന്മത്തിലും നാരദ മഹർഷി എടുത്ത് അച്ഛൻ പറയും, ബ്രഹ്മാവ് പറയും, നീ സൃഷ്ടി എടുക്കണം. അപ്പൊ പറയും, അച്ഛ, കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് അച്ഛന് ഓർമ്മയുണ്ട്. എനിക്ക് എൻ്റെ ദൗത്യം ഇതല്ല. ഞാൻ നാരായണ ആശ്രമത്തിൽ പോയിട്ട് നാരായണനെ കണ്ടിട്ട് വന്നിട്ട് ഞാൻ സൃഷ്ടി ചെയ്യാം എന്ന് പറയും. ഒരു കണ്ടീഷൻ അങ്ങ് വെക്കും. അങ്ങനെ ബ്രഹ്മാവ് അച്ഛൻ ഓക്കെ എന്ന് പറയും. വീണ്ടും നാരദ മഹർഷിയെ കാണും, മകനെ കാണും. അപ്പൊ മകനും അച്ഛനും തമ്മിൽ വീണ്ടും തർക്കമാവും. അവസാനം അച്ഛൻ പറയും, നീ വെറുതെ അരഞ്ഞു നടക്കട്ടെ, ഇങ്ങനെ കീർത്തനവും നിനക്ക് അതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കീർത്തനവുമായിട്ട് അരഞ്ഞു നടക്കട്ടെ എന്ന് പറയും. അവ തിരിച്ച് അച്ഛനോട് പറയും, അച്ഛൻ ഇത്രയും ഭഗവാനെ സേവ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള മഹനീയമായ കാര്യത്തിൽ അച്ഛൻ എന്നെ ശപിച്ചു, അതുകൊണ്ട് അച്ഛനും പൂജിക്കപ്പെടാതെ പോകട്ടെ എന്ന് തിരിച്ച് അച്ഛനും ഒരു ശാപം കൊടുക്കും. നാരദ മഹർഷി വീണ്ടും അടുത്ത ജന്മത്തില് ഒരു ദാസിയുടെ പുത്രനായിട്ടാണ് ജനിക്കുന്നത്. ദാസിയുടെ പുത്രനായിട്ട് ജനിച്ചിട്ട് വേലക്കാരികളെ, ഈ വേലക്കാരി സപ്തർഷികള് ചാതുർമാസ്യ വ്രതത്തില് ധ്യാനത്തിലിരിക്കുമ്പോൾ, പുറത്തോട്ട് പോകാറില്ല, അങ്ങനെ വിശ്രമിക്കുമ്പോൾ ആ സപ്തർഷികളെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ഈ ഉപഭർണന്റെ, നാരദ മഹർഷിയുടെ പൂർവ്വജന്മത്തിലെ പേര് ഉപഭർണന്റെ അമ്മയെ സഹായിക്കും. അമ്മയുടെ കൂടെ പോകും. അമ്മ ഒരു നാള് പാമ്പ് കടിച്ച് മരിക്കും. പിന്നീട് ഒറ്റയ്ക്കാണ് പിന്നീട് നാരദ മഹർഷി വളരുന്നത്. നാരദ മഹർഷി ആശ്രമം വിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട്
നാരദ മഹർഷി ആശ്രമം വിട്ടു പോകുന്ന സമയത്ത് നാരദ മഹർഷിക്ക് ഭഗവാന്റെ ചെറിയ ഒരു ദർശനം കിട്ടും. നാരദ മഹർഷി ഭഗവാനെ കണ്ടിട്ട് പ്രാർത്ഥിക്കും, കൃഷ്ണ ഒന്നുകൂടി ഒന്ന് കാണിക്കുമോ ഈ രൂപം? പറയും, ഈ ജന്മത്തില് ഈ ഒരു മാത്രമേ നിനക്ക് ഞാൻ ദർശനം തരികയുള്ളൂ. അത് തന്നെ നിനക്ക് കിട്ടിയതിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിന്റെ അമ്മ ഈ സപ്തർഷികളെ പരിചരിച്ചത് കൊണ്ടും ആ സപ്തർഷികൾ കഴിച്ചതിന്റെ ഉച്ഛിഷ്ടം നിങ്ങൾ രണ്ടുപേരും കഴിച്ചത് കൊണ്ടും മാത്രമാണ്. ആ പ്രസാദത്തിന്റെ മഹിമയാണ് ഭഗവാൻ അവിടെ നാരദ മഹർഷിയെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നാരദ നിനക്ക് എന്നെ ദർശിക്കാനുള്ള ഒരു മാത്രയെങ്കിലും ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടായത്. പക്ഷേ നിന്റെ ആഗ്രഹം ഞാൻ സഫലമാക്കും. അടുത്ത ജന്മത്തിൽ നിനക്ക് ഞാൻ എന്നെ പൂർണ്ണമായും കാണാനുള്ള ഒരു അവസരം നിനക്ക് ഉണ്ടാക്കി തരാം. എൻ്റെ ധാമത്തിൽ നിനക്ക് പൂർണ്ണമായും വരാനുള്ള അവസരം ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വീഴും. അങ്ങനെ ആ നാരദ മഹർഷിയുടെ അടുത്ത ജന്മമാണ് നമ്മൾ എല്ലാവരും അറിയപ്പെടുന്ന നാരദ മഹർഷിയായിട്ട് വീണ്ടും ബ്രഹ്മാവിന് ജനിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ഓരോരുത്തർക്കും ഒരുപാട് ജന്മങ്ങളുണ്ട്. ആരും നേരിട്ട് പൊട്ടി വീണതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയണം, ബഹൂനാം ജന്മനാമന്തി, പല പൂന്താനം നമ്പൂതിരി പറഞ്ഞതിന്റെ കൂട്ട് പല ജന്മങ്ങളിലൂടെ നമ്മൾ പോയി കൃഷ്ണ ഭഗവാനെ ഇന്ന് എനിക്ക് കൃഷ്ണ എന്ന് വിളിക്കാനും നിന്റെ വിഗ്രഹം കാണുവാനും നിന്റെ ഭക്തരുമായിട്ടുള്ള വൈഷ്ണവരുമായിട്ട് ഭക്തരുമായിട്ട് സജ്ജനവുമായിട്ട് സമ്പർക്കം ചെയ്യാനുമുള്ള അവസരം ഭഗവാനെ അങ്ങ് എനിക്ക് തന്നു. ഇതൊരിക്കലും എന്നിൽ നിന്ന് നഷ്ടമാകല്ലേ എന്ന പ്രാർത്ഥനയാണ് ഈ ജന്മത്തിൽ നമുക്ക് വേണ്ടത്. അവിടെ അസൂയാരഹിതമായ ഭക്തിയുത സേവനത്തോടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് ചെന്ന് അണയുവാൻ സാധിക്കും. ആ പരമപദപ്രാപ്തിയിലേക്ക് എത്തുവാൻ സാധിക്കും. ആ ഉപദേശമാണ് ഇവിടെ അതീന്ദ്രിയ ജ്ഞാനത്തിലൂടെ ഭഗവാൻ അർജുനനെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം അർജുനനെ ഈ ജന്മത്തില് പല ജന്മങ്ങളുടെ ഗുണം കൊണ്ട് പുണ്യം കൊണ്ട് അർജുനനെ ക്ഷത്രിയ കുലത്തിൽ തന്നെ ജനിപ്പിച്ചു. യാതുർവണ്യമയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ എന്ന് പറയുമ്പം ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളരുമ്പോൾ ആ ഗുണത്തിന്റെ അടിസ്ഥാനം കാണിക്കുമ്പോൾ പിന്നെന്താ യം യം വാ വിസ്മരൻ ത്യാഗം അല്ലേ? യം യം വാ വിസ്മരൻ ത്യാഗം പ്രഭു അപ്പം ഈ കുടുംബവും ജന്മവും സ്വഭാവവും എല്ലാം കണക്റ്റഡാണ്. പൊട്ടി ഇങ്ങോട്ട് വന്നിട്ട് ശശിപ്രഭുവായിട്ട് പണ്ട് ഒരുപാട് ഞങ്ങൾ തമ്മിൽ ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. പൊട്ടി പുറപ്പെടുവിച്ചുകൊണ്ടൊരു സ്വഭാവം നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അവന്റെ ജന്മത്തിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. ആ ജന്മത്തിന്റെ സ്വഭാവം കൊണ്ടേ വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കൃഷ്ണ അർജുനടുത്ത് പറയുന്നത്, നീ ജനിച്ച സ്വഭാവം നിലനിർത്താൻ പറയുന്നു. എന്നിട്ട് നീ എന്നെ സറണ്ടർ ചെയ്യൂ. നിനക്കെന്നെ പൂർണ്ണമായിട്ടും ഈ ശാസ്ത്രം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നീ മറ്റൊന്നും ചെയ്യണ്ട, നീ ചെയ്യുന്ന കർമ്മങ്ങൾ നീ എനിക്ക് വേണ്ടി ചെയ്യൂ എന്ന് പറയുന്നു. അല്ലേ സുശീം പ്രഭു? അർപ്പിച്ചുകൊണ്ട് ചെയ്യൂ. ഇത് തന്നെയാണ് അർജുനനോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. അടുത്ത 6ാമത്തെ ശ്ലോകം, അജോ അഭിസന്യവയാത്മ ഭൂതാനാം ഈശ്വരോ അഭിസൻ പ്രകൃതിം സാമധിഷ്ഠായ സംഭവാത്മമായ. എനിക്ക് പിറവിയില്ല, എൻ്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശം നേരിടുകയില്ല, ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണ് ഞാൻ. എന്നിരിക്കലും യുഗം തോറും എൻ്റെ ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു. ഞാൻ അവതരിച്ചേ പറ്റൂ. അടുത്ത ശ്ലോകം നമുക്ക് വായിക്കാം അടുത്ത ആഴ്ച. അവതരിച്ചേ പറ്റൂ, അവതരിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഭൂമിദേവി ഇവിടെ ഉള്ളിടത്തോളം കാലം ഭഗവാൻ അവതരിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാം.
ഭൂമി ദേവി ഇവിടെ ഉള്ളിടത്തോളം കാലം ഭഗവാൻ വീണ്ടും വീണ്ടും അവതരിച്ചു കൊണ്ടേയിരിക്കും. ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായത്തിലെ അതീന്ദ്രിയ സ്വഭാവത്തിലെ ജന്മജന്മാന്തരങ്ങളെ കുറിച്ചുള്ള ഭഗവാൻ അർജുനനോടുള്ള നമുക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശം ഇവിടെ തുടങ്ങുന്നു. ഹരേ കൃഷ്ണ. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് മുൻപായിട്ട് ഇന്നൊരു പാട്ട് ആര് പാടും? ഹരേ കൃഷ്ണ. ആര് പാടും? ഇന്ന് ആരാ പാടുന്നത്? ഹരേ കൃഷ്ണ. പ്രഹ്ലാദൻ ചേട്ടൻ നോക്കുന്നുണ്ട്, പാടുന്നോ ചേട്ടാ? സുശ്യം പ്രഭുവിന് പാട്ട് പാടുന്നോ? ഇല്ല, ഞാൻ അതല്ല പറഞ്ഞു. അവിടെ പാട്ട് പഠിക്കുന്ന ഗോവിന്ദമാതി പുരുഷം തമഹം ഭജാമി. ഇന്നൊരു പാട്ട് ശിവമാതാജി ഒരു പാട്ട് പാടിയാലോ? ഹരേ കൃഷ്ണ. കുട്ടികളെ വിട്ടിട്ട് ഞാൻ മാതാജിമാരെടുത്തിട്ട് പാടുന്നത് മറ്റേ സുബ്ബലക്ഷ്മി ക്ഷേത്രത്തിൽ ഇടുന്നത്. ശിവമാതാജി രാവിലെ ഇടുമോ? പാട്ട് പാടാം ഏതെങ്കിലും. ഇല്ല പ്രഭു, എനിക്കറിയില്ല. പാടി കാണിച്ചു കൊടുക്കുക. दामोदरं रामनारायणं जानकी वल्लभं कौन कहते हैं भगवान आते नहीं, तुम मीरा की जैसे बुलाते नहीं, अच्युतम केशवम कृष्ण दामोदरम रामनारायणं जानकी वल्लभं कौन कहते भगवान खाते नहीं, मेरे शबरी के जैसे खिलाते नहीं, अच्युतम केशवम कृष्ण दामोदरम रामनारायणं जानकी वल्लभं कौन कहते हैं भगवान सोते नहीं, माँ यशोदा के जैसे सुलाते नहीं, अच्युतम केशवम कृष्ण दामोदरम रामनारायणं जानकी वल्लभं कौन कहते हैं भगवान नाचते नहीं, गोपियों के तरह तुम नचाते नहीं, अच्युतम केशवम कृष्ण दामोदरम रामनारायणं जानकी वल्लभम याद आएंगे उनको कभी ना कभी, कृष्ण दर्शन तो देंगे कभी ना कभी, अच्युतम केशवम कृष्ण दामोदरम रामनारायणं जानकी वल्लभम. हरे कृष्ण. ഹരേ കൃഷ്ണ. താങ്ക് യു ഹരേ കൃഷ്ണ. അപ്പം അടുത്ത ആഴ്ച 8-ാമത്തെ അധ്യായം വായിക്കേണ്ടത് ചേച്ചി ഏൽപ്പിക്കുക. പ്രസീത മാതാജി പോയോ? 8-ാമത്തെ അധ്യായം ഭഗവത്ഗീതയുടെ 8-ാമത്തെ അധ്യായം ശ്ലോകം വായിക്കും. ഓക്കെ. ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ലേ? കേട്ടാ? കേൾക്കുന്നില്ലേ? മ്യൂട്ടാണ്. സ്ട്രക്ക് ആയിട്ടുണ്ടല്ലോ അല്ലേ? 8-ാമത്തെ അധ്യായം അടുത്ത ആഴ്ച വായിക്കും. ഓക്കെ. ചേച്ചി വായിക്കും. ഏട്ടനും കൂടെ വേണമെങ്കിൽ വായിക്കാം. കൂടെ വായിക്കും. അതെ, വായിച്ചിരിക്കും. തീർച്ചയായിട്ടും വായിക്കും. കേട്ടില്ല, അതാ ചോദിച്ചത്. അടുത്ത ആഴ്ചത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു. ഓക്കെ, ക്വസ്റ്റ്യനും പറഞ്ഞു. കൃഷ്ണാബോധം ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു.
എന്തുകൊണ്ട്? അത് അമൃത മാതാജി പറയും. അവബോധം തെറ്റിദ്ധരിക്കും. എങ്ങനെയാണ്? അപ്പം അതിന്റെ കുളുവും പറഞ്ഞ്, സാധാരണ കുളുവ് പറയണമെന്ന് ഉദ്ദേശിച്ചില്ല, ഏത് ശ്ലോകമാണെന്ന് പിന്നെ മൊത്തം വായിച്ചു നോക്കണ്ട. ഭഗവത്ഗീത 3-ാമത്തെ അധ്യായത്തിലെ ഫസ്റ്റ് ശ്ലോകത്തിൽ തന്നെ അത് പറയുന്നുണ്ട്, മൊത്തം വായിക്കുക. അത് മനസ്സിലാവും. ഇന്ന് ആരോ എന്തോ പറയാമെന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സബ്ജക്ട് എന്തായിരുന്നു? വിഷയം പ്രഭു ആരായിരുന്നു അത്? വിഷൻ പ്രഭു അല്ല, വിപിൻ പ്രഭു. വിപിൻ പ്രഭു. വിപിൻ പ്രഭു ഓടിപ്പോയോ? വിപിൻ പ്രഭു പോയി. വിപിൻ പ്രഭു ലാബ് ടെസ്റ്റിന് പോയായിരിക്കും. വിപിൻ പ്രഭു JP പ്രഭുമായി കൺസൾട്ട് ചെയ്ത് എന്തോ പറയുമെന്ന് പറഞ്ഞു. അതെ, അതാണ് 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 വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം. ജയപ്രകാശ് പ്രഭു വിപിൻ പ്രഭുവിനെ ഫോണിൽ വിളിച്ച് അതെ വേണ്ട സഹായങ്ങളൊക്കെ പറഞ്ഞോളൂ. പറഞ്ഞു കഴിഞ്ഞാല് 3-ാമത്തെ ചാപ്റ്ററിനെ കുറിച്ച് കൂലങ്കഷമായി ചർച്ച ചെയ്യുന്നു. വിപിൻ പ്രഭു പണ്ട് VD രാജപ്പനെ അറിയാമോ? VD രാജപ്പന്റെ കഥകൾ ചെയ്യുമ്പം ചിലർ ജനത്തിൽ സംസാരിക്കാനല്ല എഴുതി കൊടുക്കുന്ന എല്ലാം ഭാര്യയാണ് എഴുതി കൊടുക്കുന്നതെന്ന് പറയുന്നത്. VD രാജപ്പൻ പറയുന്നത് എന്റെ സ്വന്തം കൃതിയാണെന്ന് എന്ന് പറയുന്നതിന്റെ വിട്ട്. അപ്പൊ മകളില്ലാത്തത് കൊണ്ട് വിപിൻ പ്രഭു പറയാതിരിക്കണ്ട കേട്ടോ. വിസ്മയ തെളിയിക്കണം, ഞാൻ തന്നെയാണ് എന്റെ പ്രിപ്പറേഷൻ എന്ന് പറയണം. വിപിൻ പ്രഭു പറഞ്ഞു. അന്ന് പറഞ്ഞല്ലോ വിസ്മയക്ക് പരീക്ഷയാന്ന് പറഞ്ഞായിരുന്നല്ലോ, ജയപ്രകാശ് പ്രഭു എന്തെങ്കിലും പിന്നെ ഡിസ്കസ് ചെയ്തായിരുന്നോ? നടന്നായിരുന്നോ? എല്ലാം ചോദിച്ചോ? ഇല്ല പ്രഭു തന്നെ പറഞ്ഞു. പ്രഭു തന്നെ അറിയാമോ? പ്രഭു റിസർച്ച് ചെയ്തോളാന്നാ പറഞ്ഞ. പ്രഭു സംസാരിക്കും വളരെ ഭംഗിയായി. പിന്നെ പ്രഭു തുടങ്ങും. നമ്മൾ റെഡി ടു ലിസൺ. ഞാന് നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കി വായിക്കും. തീർച്ചയായിട്ടും അതും മതി. വെരി ഗുഡ്. വെൽക്കം. 100% വെൽക്കം. യെസ്. ഇന്ന് നമ്മള് ഏഴാമത്തെ അധ്യായത്തിന്റെ സാരാംശമാണ് കേൾക്കാൻ പോണത്. 7-ാമത്തെ അധ്യായം ജ്ഞാന യോഗത്തിന്റെ സാരാംശം. ഈ അധ്യായത്തില് ഭഗവാൻ ജ്ഞാനിയുടെ ശ്രേഷ്ഠത, ജ്ഞാനവും വിജ്ഞാനവും എന്താണ്, പരയും അപരയും എന്താണ്, 4 തരത്തിലുള്ള ഭക്തന്മാർ, ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു യോഗി, അതായത് ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന യോഗിയാണ് യോഗികൾ വച്ച് ശ്രേഷ്ഠൻ. അപ്പോ അങ്ങനെ ജ്ഞാനം നേടിയിട്ടുള്ള ആ യോഗി എങ്ങനെയാണ് ആ ജ്ഞാനം പ്രായോഗിക തലത്തിൽ വരുത്തിയിട്ട് വിജ്ഞാനത്തിൽ കൂടി ഈ ജനന മരണത്തിൽ നിന്ന് മുക്തനാകുന്നത്. ഇതൊക്കെയാണ് ഭഗവാൻ ഈ അധ്യായത്തിൽ വിശദമാക്കുന്നത്. ഭഗവാൻ പറയുകയാണ്, അനേകായിരം ആളുകൾക്കിടയിൽ ഒരാൾ മാത്രമാണ് സിദ്ധിക്ക് വേണ്ടി പ്രയത്നിക്കുക. അങ്ങനെ പ്രയത്നിക്കുന്നവരിൽ തന്നെ ഏതെങ്കിലും ഒരാൾക്ക് മാത്രമാണ് ഭഗവാനെ പൂർണ്ണമായും അറിയാൻ കഴിയുക. കാരണം എല്ലാവരും മായയിൽ അകപ്പെട്ടാണ് ചെയ്യുന്നത്. ഭഗവാനെ പൂർണ്ണമായും അറിയാൻ ശ്രമിക്കുന്നില്ല. ശ്രമിച്ചു കഴിഞ്ഞാലും ആ പ്രയത്നം വിഫലമായി കഴിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഭഗവാനെ എനിക്ക് അറിഞ്ഞേ മതിയാകൂ, അങ്ങനെ ഒരു വൈരാഗ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് മാത്രമേ ഭഗവാനെ പൂർണ്ണമായും അറിയാൻ കഴിയുകയുള്ളൂ. കാരണം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എന്റെ മായ എന്ന് പറയുന്നത് 2 തരത്തിലുള്ളതാണ്, 2 തരത്തിലുള്ള പ്രകൃതികൾ ചേർന്നിട്ടുള്ളതാണ്, പരയും അപരയും. പര എന്ന് പറയുന്നത് ഭഗവാന്റെ ചൈതന്യത്തോടു കൂടിയുള്ള പ്രകൃതി. അപരയാണെങ്കിൽ പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും, അത് ജഡമാണ്. അതിലെപ്പോഴാണോ ജീവന്റെ ചൈതന്യം ഉണ്ടാകുന്നത് അപ്പോഴാണ് അത് പരയായിട്ട് മാറുന്നത്. എന്നാൽ ഇത് രണ്ടും ഞാൻ തന്നെയാണ്, ഇത് രണ്ടും എന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. എന്നിൽ തന്നെയാണ് ലയിക്കുകയും ചെയ്യുന്നത്. അപ്പോ
ഇതിനെ ആരാണോ മനസ്സിലാക്കുന്നത് അവനാണ് ജ്ഞാനി. അവന് പിന്നെ ഇവിടെ വേറെ ഒന്നും മനസ്സിലാക്കേണ്ടതില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാം ജ്ഞാനം കിട്ടിക്കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യം ഭഗവാൻ പറയുന്നത്, എന്റെ ഈ സർവ്വവ്യാപിത്വം ഒരു ചരടിൽ എങ്ങനെയാണോ മുത്തുകൾ കോർക്കപ്പെടുന്നത് അതുപോലെയാണ്. അതുപോലെ സർവ്വചരാചരങ്ങളിലും ഞാനാകുന്ന ചരടിൽ കോർക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ ചില ഉദാഹരണങ്ങളും പറയുന്നുണ്ട്. ജലത്തിൽ രസം ഞാനാണ്, അഗ്നിയിലെ പ്രകാശം ഞാനാണ്, സൂര്യചന്ദ്രന്മാരിലെ പ്രഭയും ഞാനാണ്. അതിനൊക്കെ ജീവൻ കൊടുക്കുന്ന ആ ചൈതന്യം, അതാണ് ഭഗവാൻ. അപ്പോ ആ പറഞ്ഞതുപോലെ എല്ലാത്തിലും ഭഗവാന്റെ അംശം, ഭഗവാന്റെ ആ ചൈതന്യം മാത്രം നമുക്ക് കാണാൻ കഴിയും. കൂടാതെ സാത്വികമായും രാജസമായും താമസമായുമുള്ള വസ്തുക്കൾ ഒക്കെയും ഭഗവാനിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഭഗവാന് അതിലൊന്നുമില്ല. ഇതാരാണോ മനസ്സിലാക്കുന്നത് അയാൾക്ക് മാത്രമേ ഭഗവാന്റെ ഈ മായയെ അതിക്രമിക്കാൻ കഴിയുകയുള്ളൂ. അവർക്ക് മാത്രമേ ഭഗവാനെ പൂർണ്ണമായും ശരണം പ്രാപിക്കാനും കഴിയുകയുള്ളൂ. അതിനകത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ ദുരാചാരികൾ, അവർക്കൊരിക്കലും ഭഗവാനെ ശരണം പ്രാപിക്കാൻ കഴിയുകയില്ല. കാരണം അവർക്ക് താൽക്കാലികമായുള്ള സുഖമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും ഭഗവാനെ അന്വേഷിക്കുകയുമില്ല. പിന്നെ ഭഗവാൻ പറയുന്ന 4 ആളുകളാണ് എന്നെ ഭജിക്കുന്നത്. ആ 4 ആൾക്കാരെ പറ്റി പറയുന്നുണ്ട് ഭഗവാൻ. ഒരാളെന്ന് പറയുന്നത് ഒന്നുകിൽ അയാൾക്ക് ദുഃഖം ഉണ്ടായിരിക്കും, അയാൾ എന്നെ ഭജിക്കും. അല്ലെങ്കിൽ ധനത്തോടുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ജ്ഞാനത്തോടുള്ള താല്പര്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 4ാമത്തെ ആളെന്ന് പറയുന്നത് ആത്മജ്ഞാനി. ഈ ആത്മജ്ഞാനിക്ക് ഭഗവാനിൽ നിന്ന് അന്യമായിട്ടുള്ള ഒന്നും വേണ്ട, ഭഗവാനെയാണ് വേണ്ടത്. കാരണം ജനനവും മരണവും ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ദുഃഖമാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള ഒരു ആത്മജ്ഞാനിയാണ് ഭഗവാനും ഏറ്റവും പ്രിയങ്കരം. ഇത്രേ ഉള്ളൂ പ്രഭു. ഒരു രക്ഷയില്ല. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ക്ലാസ് എടുക്കാം, ഇനി ആർക്കും വയ്യാ പറ്റില്ല എന്ന് പറയാൻ പറ്റും. തീർച്ചയായിട്ടും വളരെ ഡീസന്റ് ആയിട്ട് പ്രഭു മൊത്തത്തില് 7ാം അധ്യായം തീർത്തു പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി വരേണ്ടത് അടുത്ത നമ്മൾ ചെയ്യുന്നത് രാജ്മോഹൻ പ്രഭു ആയിരിക്കും. രാജ്മോഹൻ പ്രഭു ഇന്ന് തുടക്കം മുതലേ ഉണ്ട്. അതെ, അടുത്തത് പറയുന്നത് രാജ്മോഹൻ പ്രഭുവും ബിപിൻ പ്രഭുവുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് രാജ്മോഹൻ പ്രഭു ചെയ്യും. എന്താ, എഗ്രീഡ്? യെസ് ഓക്കെ. ഇപ്പം രാജ്മോഹൻ പ്രഭു വിളിച്ചില്ലേലും ബിപിൻ പ്രഭു വിളിക്കണം കേട്ടോ. ഇനി അടുത്ത ആഴ്ച വിളി ഉണ്ടാവത്തില്ല. രാജ്മോഹൻ പ്രഭു ആകുമ്പോ പിന്നെ കവിതാത്മകമായിരിക്കും, പാട്ടൊക്കെ ഉണ്ടാവും. അതെ കാവ്യാത്മകമായിട്ട് വളരെ പക്ഷേ രാജ്മോഹൻ പ്രഭുവിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാവ്യാത്മകമായി ഭഗവാനെ കുറിച്ച് എന്ത് നല്ലതുപോലെ കലാകാരന്മാർ ഇത്രയും അനുഗ്രഹീതപ്പെട്ടവര് ലോകത്ത് കലാകാരന്മാരല്ലാതെ വേറെ ആരുമില്ല. അത്ര മനോഹരം. സുരേഷ് ഗോപി പ്രഭു പറയും അല്ലേ? കറക്റ്റ് അല്ലേ പറഞ്ഞത് സുരേഷ് ഗോപി പ്രഭു? ബ്രഹ്മസംഹിതയാണോ പാടാനൊക്കെ നല്ലോണം പറ്റും. അതെ പ്രഭു. കലാകാരന്മാർക്ക് ഭഗവാനെ പെട്ടെന്ന് മനസ്സിലാവും. ഭഗവാന് മനസ്സറിഞ്ഞ് സൃഷ്ടിച്ച്, അതൊരു സത്യമാണ്. അത് അവര് തിരിച്ചറിയുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അത് പോട്ടെ, അത് കൂടുതൽ പേരും കലാകാരന്മാർ പൊതുവെ നിഷ്പക്ഷമായിരിക്കും. അവർ വളരെ ന്യൂട്രലാണ്. സാത്വിക ഭാവത്തിന്റെ ഒരു ഇതാണ് കലാകാരന്മാർക്ക് പൊതുവെ കാണുക. അതെ അടുത്ത കാലഘട്ടം ഒഴിച്ചിട്ട് ഇന്ന് വരെയുള്ള, അപ്പം ഇന്നങ്ങോട്ട് ഇപ്പം പൊതുവെ ന്യൂട്രലാണ് വരുന്നുണ്ട്. പക്ഷേ അതേസമയം കലാകാരന്മാരെന്ന് പറഞ്ഞാൽ ഇത്രയും മറ്റ് അതിർവരമ്പകൾ ഇല്ലാതെ പെരുമാറുന്ന ഒരു സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാകാരന്മാർ മാത്രമേ. അതൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് കലാകാരന്മാരെ വിലക്ക് മേടിക്കപ്പെടുന്നു എന്നുള്ളത്.
അതെ അതെ ഇപ്പൊ അത് മാറി വരുന്നുണ്ട്. എന്തോ ഇപ്പൊ അത് മാറി വരുന്നുണ്ട്. മാറി വരുന്നത് കൊണ്ടാണ് അതിന്റെ മൂല്യവും കുറഞ്ഞു വരുന്നു. ഇന്നലെ വരെ ആ മൂല്യം പൈസക്ക് കൊണ്ട് എല്ലാം മേടിക്കുന്ന ഒരു സ്ഥിതി കലിയുഗത്തിൽ വരും. അതുകൊണ്ടാണ് അതൊരു മായാധിഷ്ഠിത ജീവിതമാണ്. നമ്മളെ വിപിൻ പ്രഭു പറഞ്ഞാണ്. നമ്മൾ ഈ ശരീരമാണെന്ന് പറഞ്ഞ് ജീവിക്കുമ്പം അങ്ങനെ വരുള്ളൂ. അത് മായാധിഷ്ഠിതമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞ ശരീരം അല്ലല്ലോ. ആ ജീവിതമാണ് ശരിയായിട്ടുള്ള ജീവിതം. ശരീരമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ജീവിക്കുന്നു. അപ്പോഴേ ശരിയായ ജീവിതം വരാം. അല്ലെങ്കിൽ മായാധിഷ്ഠിതമാണ്. അതല്ലേ വിപിൻ പ്രഭു ഉദ്ദേശിച്ചത്? അല്ലേ വിപിൻ പ്രഭു അങ്ങനെയല്ലേ ഉദ്ദേശിച്ചേ? മായാധിഷ്ഠിതമായ ജീവിതം ആണല്ലോ സാധാരണ. അതൊന്ന് മാറണം എന്നുള്ളതാണല്ലോ പറയാൻ. അപ്പൊ വിപിൻ പ്രഭു പറഞ്ഞത് എന്തറിയാമോ? ശില്പമാതാജി എന്തോ പാടുന്നുണ്ടോ? ദീപ്തിമാതാജി അവിടെ നിന്നുകൊണ്ട് ഐസ്ക്രീം കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പം വിപിൻ പ്രഭു പറയും വേണ്ട വേണ്ട, ഇത് മായയാണ്, കുറച്ച് കഴിയുമ്പോൾ ഇത് അരിഞ്ഞു പോയിക്കോളൂ എന്ന് പറയണം കേട്ടോ. ദീപ്തിമാതാജി ഇവിടെ ഡൗട്ട്സ് ചോദിക്കുന്നു. ഇവരെ ഇനിയിപ്പോ ഞാനിപ്പോ എല്ലാം പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. ശില്പമാതാജി പറയും പിന്നെ വിപിൻ പ്രഭുവിന്റെ അടുത്ത് ദീപ്തിമാതാജി ഇങ്ങനെ ഈ ഐസ്ക്രീം എടുത്ത് കാണിക്കും, ഡിങ്കി ഡിങ് എന്ന് കാണിക്കുമ്പോൾ വിപിൻ പ്രഭു പറയും മായയാണ്, കുറച്ച് കഴിയുമ്പോൾ അരിഞ്ഞു. മായാധിഷ്ഠിതമാണ്. ഹരേ കൃഷ്ണ. എന്തായാലും സന്തോഷം. ഭാസ്കരൻ പ്രഭു വളരെ സന്തോഷം. ശില്പമാതാജി എന്ത് പറയുന്നുണ്ട് ഇതിനെപ്പറ്റി? കുറച്ച് രണ്ട് വാക്ക്. 7ാം ചാപ്റ്റർ 4ാം ചാപ്റ്റർ ഇപ്പൊ നമ്മൾ നാലാമത്തെ അധ്യായം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 4ാമത്തെ ചാപ്റ്റർ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാൽ തന്നെ I mean this knowledge is very confidential and I mean Arjuna is now confused, you know. അതെങ്ങനെയാണ് കൃഷ്ണന് പറയാൻ പറ്റുക? എനിക്ക് ഓർമ്മയില്ലല്ലോ, you know. അപ്പൊ കൃഷ്ണ says that I mean I can remember all the births and deaths, but you know, you can't remember it. It's just like you know, Krishna is there but he's not actually involved in it. Just like നമ്മളൊരു ജയിലില്, ഒരു prison ജയിലില് നമ്മള് you know, we are the prisoners, so we have to follow all the rules and regulations of the prison. അതേപോലെ the jail warden ഉണ്ടാവും, അയാളും പ്രിസണിനുള്ളിലാണ്, പക്ഷെ അയാൾക്ക് അത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. So it is something like that, you know. Krishna is there but he doesn't have to actually follow all those rules which you know is pertaining to us. We have to follow it. So I guess that's the thing. പാട്ട് വേണമെങ്കിൽ പാടാം. കല്ലു വേണോ നീല നിറം നല്ല കല്ലു വേണോ, നല്ല കല്ലിൽ പേരോടുന്ന കല്ലു വേണമോ, ഇന്ദ്രനീലമണിവർണ്ണൻ പൂണ്ടു ലക്ഷ്മി വക്ഷസ്ഥലിൽ സാന്ദ്രമോതും വിളങ്ങുമാർ കല്ലു വേണമോ, നാരായണ 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 രാധാ ഗോവിന്ദ, ദേവഗീതഞ്ജടരമ മകരത്തിൽ നിന്നുദിച്ച ദേവകൾക്കും മോദം മേൽക്കും കല്ലു വേണമോ, ദുർഗ ഭഗവതിയേക്കാൾ പകരമായി കൊടുക്കാനും ദുർഗമാർക്കുമെന്നായി തീർന്ന കല്ലു വേണമോ, നാരായണ 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 രാധാ ഗോവിന്ദ, പശുക്കളെ പാലിക്കുന്ന നന്ദഗോപൻ ശൗരിയോട് ശിശുക്കിന മങ്ങി എന്ന കല്ലു വേണമോ, ഗോപബാലന്മാരാമുതു മാലയുടെ നടുക്കട്ടിൽ ഗോമതിയായി നിന്നും കൃഷ്ണൻ കല്ലു വേണമോ, നാരായണ 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 രാധാ ഗോവിന്ദ. താങ്ക് യു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, താങ്ക് യു മാതാജി. ആ നല്ല ജന്മങ്ങള്
എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ജന്മങ്ങളുടെ ഫലമായിട്ടാണ്, പൂർവ്വജന്മങ്ങൾ നല്ലതായതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഭഗവാനെ കേൾക്കാനുള്ള അവസരം ഉണ്ടായി. അത് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. അതുകൂടാതെ നമ്മൾ മറ്റുള്ളവർക്ക് നല്ല ജന്മം എടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഈ നല്ല ജന്മം കൊണ്ട് തന്നെ നമുക്ക് മുക്തി നേടാൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ടാണ് നാരദ മഹർഷിക്ക് എങ്ങനെ മൂന്നാമത്തെ ജന്മം ഭഗവാനെ കാണാൻ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ ഉച്ഛിഷ്ടം കഴിച്ചത് കൊണ്ടാണ്, ഭഗവാന് സമർപ്പിച്ചത് നിവേദ്യം കഴിച്ചത് കൊണ്ടാണ്, ഭഗവാന്റെ ഭക്തരെ പരിചരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ ജന്മവും നമ്മൾ ഭഗവത് പ്രസാദം കഴിക്കാൻ തീരുമാനിക്കുക, ഭഗവാനെ നമ്മൾ വിളിക്കാൻ തീരുമാനിക്കുക, ഈ പ്രസാദം നിവേദ്യം മറ്റുള്ളവർക്ക് കൊടുക്കാൻ തീരുമാനിക്കുക. അതാണ് പ്രഭുപാദര് തുടങ്ങി വെച്ചത് അമേരിക്കയിൽ. ഒരു കാലത്ത് ഹിപ്പികളായ ഒരു കൂട്ടം സമൂഹത്തിന്റെ നടുക്ക് ഭഗവാൻ പോവുകയും ആ ഹിപ്പികളെ തന്നെ പിന്നീട് സന്യാസ ശ്രേഷ്ഠരാക്കുകയും ചെയ്ത ആ മഹാവയോധികൻ, ലോകം കണ്ട ആത്മീയ നേതാവ്, പ്രഭുപാദ മുന്നിൽ പിന്നീട് ഒരിക്കലും ഒരാളും വന്നിട്ടില്ല എന്ന് പറയാം. അപ്പം ആ ആത്മീയ നേതാവിന്റെ പാതയാണ് നമ്മൾ പിന്തുടരേണ്ടത് കാര്യം. അതുകൊണ്ടാണ് ഇന്ന് നമുക്കൊരു മഹാമാരി വന്നിരിക്കുമ്പോൾ അതും നമുക്ക് അവസരമായിട്ടാണ് എടുക്കേണ്ടത് കാര്യം. ഒരുപാട് ജന്മങ്ങൾ, പാപം ചെയ്യുന്ന ജന്മങ്ങൾ ജനിച്ചിട്ട് അവർക്ക് മുക്തി കിട്ടാനുള്ള അവസരമാണ് അന്നദാനം എന്ന് പറയുന്നത്. ഭഗവത് പ്രസാദം കൊണ്ട്, ഇപ്പം ഇസ്കോൺ ക്ഷേത്രങ്ങള് ഭഗവത് പ്രസാദം കൊണ്ട് എത്തിക്കുകയാണ് ഇവർക്ക്. അത് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് സത്യത്തില്. അതും ഭഗവാനുമായി അത്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനീന കൗന്ദേയ ജഗത്തി പരിവർത്തനം. എന്റെ അധ്യക്ഷതയിലാണ് ഈ സർവചരാചരങ്ങളും ചലിക്കുന്നത്. അപ്പം ആ ഭഗവത് പ്രസാദം കൊണ്ട് അവർ രക്ഷപ്പെടട്ടെ എന്ന് നമ്മളും അതോടൊപ്പം നമ്മൾ ആഗ്രഹിക്കും. ഇത് നമ്മുടെ ഒരു ചാൻസ് ആണ്, മറ്റുള്ളവരെയും രക്ഷപ്പെടുത്താനുള്ളതാണെന്ന് നമ്മൾ അത് 100% അർത്ഥവ്യാപ്തിയുടെ കണക്കിലെടുക്കും. പ്രസാദേ സർവദുഃഖാനം, 2ാമത്തെ അധ്യായത്തിലാണോ? പ്രസാദേ സർവദുഃഖാനം. അമൃതമാതാജി ശ്ലോകം ഓർമ്മയുണ്ടോ? പ്രസാദം കൊണ്ട് മാത്രം നമുക്ക് ജീവിതത്തിൽ ദുഃഖങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഹരേ കൃഷ്ണ. അപ്പം നിവേദ്യം അത്യാവശ്യമാണ്, നിവേദ്യം ഭക്ഷണം അത്യാവശ്യമാണ്, നിവേദ്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അത്യാവശ്യമാണ്. നിവേദ്യം കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ, സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുന്നതും നമ്മുടെ കടമയാണ്, കടപ്പാടാണ്. കടം 4 ഋണങ്ങൾ പെട്ടതാണ് അന്നദാനം, കടങ്ങൾ, കടപ്പാടാണ്. ഹരേ കൃഷ്ണ. അപ്പോൾ അടുത്ത ആഴ്ച രാജ്മോഹൻ പ്രഭുവാണ് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ വേണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ പഠിച്ച ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുക്കാം, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കറന്റ് ശ്ലോകം എടുക്കാം. അപ്പം 2 അസൈൻമെന്റ്, 1 ക്വസ്റ്റ്യൻ. അമൃതമാതാജിയും ശ്ലോകം വായിക്കുന്നത് 8ാമത്തെ അധ്യായം വായിക്കുന്നത് നമ്മുടെ ചേച്ചിയും ആണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എക്സാം കഴിയുന്നതുവരെ കുട്ടികളെ ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ വീണ്ടും ആവും. അതുവരെ പേരൻസ് ആക്റ്റീവാണ്. അത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികളുടെ അടുത്ത് അവരവരുടെ കുട്ടികളുടെ കൂടെ തന്നെ ചോദിക്കുക. സംശയങ്ങൾ അവര് പറഞ്ഞു തരും. അതാണ് ഈ ആത്മീയ വിദ്യാഭ്യാസത്തില് ചെറിയ കുട്ടിയെന്നോ വലിയ കുട്ടിയെന്നോ അച്ഛനെന്നോ മകനെന്നോ ഉള്ള ഭേദമില്ല. എല്ലാവരും ഒരേ പ്ലാറ്റ്ഫോമിലാണ്, എല്ലാവരും ഒരേ പ്രായത്തിലാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ പ്രായവ്യത്യാസം. ഇവിടെ പ്രായവ്യത്യാസമൊന്നുമില്ല. എല്ലാവരെക്കാട്ടും ചെറിയവനാണ് ഞാനും. ഇവിടെ വന്നിരിക്കുന്ന മഹനീയമായ ആത്മാക്കള് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ഇവിടെ വന്നിരിക്കുന്നത്. ഹരേ കൃഷ്ണ. സുശീം പ്രഭു. ഹരേ കൃഷ്ണ. ഭഗവാൻ ഇവിടെ പരമാത്മാവും ജീവാത്മാവുമായിട്ടുള്ള വ്യത്യാസമാണ് പറയുന്നത് ഈ ശ്ലോകത്തിൽ. പരമാത്മാവ് എപ്പോഴും ഉണ്ട്, എല്ലായിടവും ഉണ്ട്. വിവസ്വാന് പറഞ്ഞപ്പോഴും അല്ലാത്തപ്പോഴും നമ്മളെ ഉള്ളിലും ഒക്കെ ഉണ്ട്. ജീവാത്മാവ് നമുക്ക് നമ്മളെ കാര്യം മാത്രമേ അറിയുള്ളൂ. നമ്മളെ പൂർവ്വജന്മം പോലും അറിഞ്ഞിട്ട് ഇപ്പോഴത്തെ കറണ്ട് ഭഗവാൻ ഇതെല്ലാം അറിയാം, എല്ലാം ഇപ്പോഴും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് അപ്പിയർ ചെയ്യുന്നുണ്ട്. ഭഗവാനെ നമ്മൾ കാണുന്നതിന്റെ വലിയ കാര്യമാണ് നമ്മളിപ്പോ അറിയാൻ ശ്രമിക്കുന്നത്. ഒരാളെ കാണുന്ന കണക്കല്ലല്ലോ ഒരാളെ അറിയുന്നത്.
നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന ചാൻസ് എന്ന് പറഞ്ഞാൽ ഭഗവാനെ അറിയാനുള്ള ഒരു തപസ്സാണ് ഭഗവത്ഗീത ഭാഗവതം. അപ്പൊ അതിനുള്ള ഒരു ബേസിക് പ്ലാറ്റ്ഫോമാണ് ധാർമ്മിക് ലൈഫ് ഭഗവത്ഗീത. ഭാഗവതം ഭഗവാനെ കുറിച്ചുള്ള ഈ ശ്ലോകത്തിലാണ് ഭഗവാൻ പറയുന്നത് ഭഗവാൻ ഓർമ്മയുണ്ട്, അർജുനന് ഓർമ്മയില്ല. അതാണ് വ്യത്യാസം പരമാത്മാവും ജീവാത്മാവുമായിട്ടുള്ള. ജീവാത്മാവിന് ഈ കറണ്ട് കാര്യം മാത്രമേ അറിയൂ, അത് തന്നെ നേരെ അറിയാൻ വയ്യ. നമ്മളെ കുട്ടിക്കാലം നമുക്ക് ഇവിടെ ഓർമ്മയില്ലല്ലോ. അപ്പം പരമാത്മാവിന് എല്ലാ ജന്മങ്ങളിലെയും എല്ലാ ജീവികളെ കുറിച്ചുള്ള റെക്കോർഡ്സും ഉണ്ട്. വല്ലാത്ത കമ്പ്യൂട്ടർ ആയിരിക്കും ലോകത്തിലുള്ള സകല 84 lakh സ്പീഷീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേണമല്ലോ. നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് പരമാത്മാവ്. നമുക്ക് നമ്മളെ കാര്യം തന്നെ ഡേറ്റ എടുക്കാൻ പറ്റുന്നില്ല. ഈ ഒരു വർഷം നടന്നു നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. അപ്പൊ പരമാത്മാവ് എന്ന് പറയുന്നത് സകല ജീവജാലങ്ങളുടെയും ഡേറ്റ ഉള്ള അറിയുന്ന ഒരാളാണ്. അങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗ്രന്ഥം. ശിവമാത എന്ത് പറയുന്നു? മ്യൂട്ടാണ്. ഒന്നുമില്ല. ഇല്ല വന്നില്ല പ്രഭു, ലേറ്റ് ആവുന്നു. എന്താ അപ്പം അടുത്ത ആഴ്ച രാജ്മോഹൻ പ്രഭുവൻ, അടുത്ത ആഴ്ച ശിവമാതാജി ആയിക്കോട്ടെ. ഞാൻ പറയുകയാവാൻ വേണ്ടിട്ട് നേരത്തെ പറയുന്നില്ല എന്ന് പല ക്ലാസ്സുകളിലും പറഞ്ഞു. അപ്പം നേരത്തെ പറഞ്ഞു അവൻ ഇനി എന്താ ഇവിടുന്ന് ഇനി വിശദമായി പോയി. സിമി എന്ത് പറയുന്നു? ഹരേ കൃഷ്ണ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവുകയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രത്യേകിച്ച് ഒന്നുമില്ല പറയാൻ. എല്ലാം ഭഗവാൻ പറഞ്ഞത് തന്നെ അല്ലേ? അങ്ങനെ പോകട്ടെ. തീർച്ചയായിട്ടും സത്യമാണ്. ചില സമയത്ത് പിന്നെ എനിക്ക് എല്ലാവരോടും ഷെയർ ചെയ്യാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു. എനിക്കറിയില്ല അത് പ്രഭു പറഞ്ഞോ ഇല്ലയോന്ന്. അത് ഹലോ അത് എനിക്ക് ഒരു ടെമ്പ് പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു കമ്പനി ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി അതൊരു 3 months കഴിഞ്ഞ് ചിലപ്പോൾ അവർക്ക് അപ്രൂവൽ ഉണ്ടെങ്കിൽ അതൊരു പെർമനന്റ് റോളിലേക്ക് മാറും. സോ താങ്ക് യു. ആയിരുന്നു. യെസ്, ഇത് അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. സോ ഓൾ ഇന്ത്യ സെക്ടർ നമ്മൾ കാഫു കേട്ടിട്ടില്ലേ? കാഫു. സോ അതിലാണ് കേറിക്കുന്നത്. താങ്ക് യു. അപ്പം വേണ്ടിയിട്ട് സിമി മാതാജിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ മാതാജിയുടെ റെഗുലർ അറ്റൻഡ്